പറഞ്ഞാൽ മതി. ഇത് ചിതൽപ്പുറ്റ് ആണ്, എല്ലാവരും അറിയുന്നതാണ്. ഈ ചിതൽപ്പുറ്റ് നോക്കുക, അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് നിർമ്മാണം ഓരോ മേഖലയായിട്ട് ഓരോ ഏരിയ ആയിട്ട് വളരെ ശാസ്ത്രീയമായിട്ടൊന്ന് വേണം പറയാം. കാരണം അടി വീതിയിലും മുകളിലോട്ട് നമുക്ക് ഓട്ട് വരുന്ന ഒരു നിർമ്മാണ രീതിയാണിത്. ഈ ആർക്കിടെക്റ്റ് ആരും പഠിപ്പിച്ചതല്ല, മനുഷ്യനെ പോലെ ഒരു ക്ലാസ് ആരും എടുത്തിട്ടില്ല. ഉറുമ്പിൻ്റെ സംഘശക്തിയുടെ അത്ഭുതമാണ് ഈ കാണുന്ന നിർമ്മാണം. ലക്ഷക്കണക്കിന് ഉറുമ്പല്ല, ചെതലിൻ്റെ സംഘശക്തിയുടെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മനുഷ്യൻ സിമെൻ്റ് ഇട്ടിട്ടാണ് ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്, വീട് തേക്കുന്നത്, മൺകട്ടകൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ വെല്ലുന്ന രൂപത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട്, അടിച്ചാൽ പോലും പൊട്ടാത്ത രൂപത്തിൽ സ്ട്രോങ് ആയിട്ട് ഇതിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ മണ്ണിനെ ശുദ്ധീകരിച്ചെടുത്തിട്ട് ചരലൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ശരീരത്തിലെ ഒരുതരം സ്രവം ഉപയോഗിച്ച് പശയാക്കിയിട്ട് ഒറ്റക്കെട്ടായിട്ട് അവരുടെ സംഘശക്തി അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ട പുതിയ നിർമ്മാണം നടന്ന ആ ഭാഗത്തെ കൂടെ ഇത് ആദ്യകാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ നനവുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും. ഈ ഒരു പശയാണ് അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്രവമാണ് ഈ പശ. ഈ പശ കൊണ്ടുണ്ടാക്കിയാൽ ഇത് പൊട്ടൂല. ഇത് കാലക്രമേണ അതിൻ്റെ അകത്ത് ഈ അടകളുണ്ടാവും. അടകളിൽ മുട്ട ഇട്ട് വിരിയിച്ച് ആ ചെതലുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കും. പഴയ ചെതലുകൾ ചത്തു പോകുമ്പോൾ പുതിയ തലമുറ വന്നിട്ട് ഈ പണി പൂർത്തിയാക്കൊണ്ടേയിരിക്കും. ഇത് പൊട്ടുമ്പോൾ പഴകിയിട്ട്, അല്ലെങ്കിൽ ഈ കരടിയുടെ ഭക്ഷണം ചെതലാണ്. കരടിയുള്ള ഇതിപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ട്, മൊത്തങ്ങ മരത്തിലായതുകൊണ്ട് ഇവിടെ കരടി എപ്പോഴും ഇറങ്ങാനിടയായാൽ ഇത് തട്ടി പൊട്ടിച്ചിട്ട് ശക്തിയായി അടിച്ചാൽ പൊട്ടും. അതിനകത്തുള്ള ചെതലിനെ അവ ഭക്ഷിക്കും. അപ്പോൾ അത് ഭക്ഷിച്ച് കഴിഞ്ഞാൽ ഈ മാളുണ്ടാവും, ഈ പൊത്തിലേക്ക് പാമ്പുകൾ ഒരു ആവാസ വ്യവസ്ഥയാക്കി മാറ്റും. നോക്കണം, ഈ പാമ്പുകൾ പുറ്റ് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്മാർക്കെല്ലാം പാമ്പിനെ ഓർമ്മ വരിക. ഇതിൻ്റെ ദ്വാരം ഉള്ളതുകൊണ്ട് മാത്രമാണ് പാമ്പ് അതിനകത്ത് കയറുകയും സുരക്ഷിതമായി ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മൂർഖൻ പാമ്പിൻ്റെയും ഒക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ പുറ്റ് ഇന്ന് പുറത്തേക്ക് വരുന്ന ഒരു ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ പുറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത് വലിയ ഒരു പാഠം നമുക്കിത് മാതൃക കാണിച്ചു തരുന്ന സൂക്ഷ്മ ജീവികളാണ് ചിതൽ പുറ്റ്. ഓക്കെ.